സംസ്ഥാന സർക്കാരിന്റെ വാർഷികാഘോഷത്തിന്റെ ഭാഗമായുള്ള കോഴിക്കോട് ജില്ലയിലെ എൻ്റെ കേരളം പ്രദർശന വിപണന മേളയ്ക്ക് സ്വീകാര്യതയേറുന്നു. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി പേരാണ് മേളയിലെത്തുന്നത്. 10 ദിവസം നീണ്ടു നിൽക്കുന്ന മേള കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്തത്. രണ്ടാം പിണറായി വിജയൻ മന്ത്രിസഭയുടെ 4ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ചാണ് എൻ്റെ കേരളം പ്രദർശന വിപണന മേള നടക്കുന്നത്. കോഴിക്കോട് ബീച്ചിൽ സജ്ജമാക്കിയ ശീതീകരിച്ച വലിയ പന്തലിലാണ് മേള. ആദ്യ ദിവസങ്ങളിൽ തന്നെ ആയിരക്കണക്കിന് ആളുകളാണ് മേളയിലേക്ക് ഒഴുകിയെത്തിയത്. സംസ്ഥാന സർക്കാരിന്റെ വികസന ക്ഷേമ പ്രവർത്തനങ്ങളും സംസ്ഥാനം കൈവരിച്ച മികവുകളും നേട്ടങ്ങളുമെല്ലാം മേളയിലെ കാഴ്ചകളാണ്. 500-ലേറെ പ്രദർശന വിപണന സേവന സ്റ്റാളുകൾ പ്രവർത്തിക്കുന്നുണ്ട്. വിവിധ സർക്കാർ വകുപ്പുകൾ, ഏജൻസികൾ, സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കുടുംബശ്രീ യൂണിറ്റുകൾ, വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സംരംഭകർ തുടങ്ങിയവർ മേളയുടെ ഭാഗമാണ്. ഒത്തിരി തീം സ്റ്റാളുകൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും സേവനങ്ങളെക്കുറിച്ച് അവിടെ നടപ്പിലാക്കുന്ന പദ്ധതികളെക്കുറിച്ച് ജനങ്ങളിലേക്ക് എത്തിക്കുന്ന വിവിധ തീം സ്റ്റാളുകളുണ്ട്. പിന്നെ യൂട്ടിലിറ്റി സ്റ്റാളുകൾ ഒരുപാടുണ്ട്. അത് ഗവൺമെൻറ്റിൻ്റെ വിവിധ സേവനങ്ങൾ ഇവിടെ സൗജന്യമായിട്ട് നൽകുന്നൊരു രീതിയാണത്. അതേപോലെ നല്ല പാൻ ഇന്ത്യ ഫുഡ് കോർട്ടും ഇതിൻ്റെ ഭാഗമായി സരസ്മേളയുടെ ഭാഗമായി നടക്കുന്നുണ്ട്. 172ഓളം സ്റ്റാളുകളാണ് ശരിക്ക് ഡിപ്പാർട്ട്മെൻറ്റുകളുടെ സ്റ്റാളുകളായിട്ടുള്ളത്. സരസ്മേളയുടെ ഭാഗമായിട്ട് 250-ലേറെ അത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിവിധ ഉൽപ്പന്നങ്ങൾ, കൈത്തറി, കരകൗശല വസ്തുക്കൾ, അങ്ങനെ വിവിധ ഉൽപ്പന്നങ്ങളുണ്ട്. അതേപോലെ നല്ല പാൻ ഇന്ത്യ ഫുഡ് കോർട്ടും ഇതിൻ്റെ ഭാഗമായി സരസ്മേളയുടെ ഭാഗമായി നടക്കുന്നുണ്ട്. കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ദുരന്തമായ ചൂരൽമല മുണ്ടക്കൈ ദുരന്തവും മേളയിലുണ്ട്. ദുരന്തത്തിൽ ഫയർ ആൻഡ് റെസ്ക്യൂ സംഘം നടത്തിയ രക്ഷാപ്രവർത്തനത്തിന്റെ മാതൃകയും ഇവിടെ കാണാം. വയനാട് ദുരന്തത്തിൽ നമ്മൾ ആ 2ാമത്തെ ദിവസം വർക്ക് ചെയ്യുന്ന സമയത്തുണ്ടായ ആ സാഹചര്യങ്ങളാണ് നമ്മളിവിടെ ഡെമോ ചെയ്തിരിക്കുന്നത്. അന്ന് പോയ സമയത്ത് നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് കടക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ വാഹനത്തിന് മുകളിലുണ്ടാകുന്ന നമ്മളെ ലാഡർ ഉപയോഗിച്ച് ലാഡറിനുള്ളിൽ 2 പേര് അപ്പുറം പോയതിനു ശേഷം സിപ്പ് ലൈൻ ഇട്ടിട്ട് ആ ലൈന് വഴിയാണ് നമ്മൾ രക്ഷപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായത്. ആ 2ാമത്തെ ദിവസത്തെ സാഹചര്യമാണ് നമ്മളിവിടെ ഡെമോ ചെയ്തേക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ എങ്ങനെയാണോ സിപ്പ് ലൈൻ ചെയ്തത് അതിൻ്റെ അതേപോലെയുള്ള സിപ്പ് ലൈൻ സിസ്റ്റം അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. റോപ്പ് റെസ്ക്യൂൻ്റെ സിസ്റ്റം ചെയ്തു വെച്ചിട്ടുണ്ട്. അതുപോലെ നമുക്ക് പുതുതായി ലഭിച്ച ROV വർക്ക്, അതായത് നമ്മൾ അണ്ടർ വാട്ടർ ഡ്രോൺ പുതുതായിട്ട് വന്ന സാധനമാണ്. അതിൻ്റെ ഡെമോ വെച്ചിട്ടുണ്ട്. വിവിധ വകുപ്പുകൾ നൽകുന്ന സേവനങ്ങൾ സൗജന്യമായി നൽകാനും മേളയിൽ അവസരമൊരുക്കിയിട്ടുണ്ട്. കാർഷിക ഉൽപ്പന്നങ്ങൾ, ഔഷധ സസ്യങ്ങൾ ഉൾപ്പെടെയുള്ള ചെടികൾ, അപൂർവയിനം മൃഗങ്ങൾ, പക്ഷികൾ തുടങ്ങിയവയുടെ പ്രദർശനവും കാണാം. കുട്ടികൾക്കും മുതിർന്നവർക്കും കളിക്കാനും ഉല്ലസിക്കാനും പ്രത്യേക സ്പോർട്സ് ഏരിയകളും ഒരുക്കിയിട്ടുണ്ട്. നിർമ്മിത ബുദ്ധി, ഓഗ്മെന്റഡ് റിയാലിറ്റി, വെർച്വൽ റിയാലിറ്റി, ഡ്രോൺ, റോബോട്ടിക്സ്, IoT തുടങ്ങിയ സാങ്കേതിക വിദ്യകൾ പ്രദർശിപ്പിക്കുന്ന സ്റ്റാർട്ടപ്പ് മിഷന്റെ എക്സ്പീരിയൻസ് സെന്റർ പവലിയൻ, ഫിറ്റ്നസ് സോൺ, ഹെൽത്ത് സോൺ, വിവിധതരം ചലഞ്ചുകൾ ഉൾപ്പെടുന്ന കായിക വകുപ്പിന്റെ പവലിയൻ, VR സാങ്കേതിക വിദ്യയിലൂടെ വ്യത്യസ്ത അനുഭൂതി പകർന്നു നൽകുന്ന കിഫ്ബി പവലിയൻ, ടൂറിസം, പൊതുമരാമത്ത് വകുപ്പുകളുടെ വികസന പാലം, സെൽഫി പോയിന്റ്, മിനി തിയേറ്റർ തുടങ്ങിയവ മേളയുടെ പ്രധാന ആകർഷണങ്ങളാവുന്നു. ഇതൊരു AI റോബോട്ടാണ്. ഇതിൽ നമ്മൾ എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും ഇതിന് ആൻസർ പറയാൻ പറ്റും. അങ്ങനെയാണ് ഞങ്ങൾ കോഡ് ചെയ്ത് വെച്ചത്. ഇത് ഉണ്ടാക്കാൻ കാരണം എന്ന് വെച്ചാൽ ഞങ്ങളെ സ്കൂളിൽ പ്രവേശനോത്സവം, പുതിയ കുട്ടികൾ 5ാം ക്ലാസ്സിലേക്ക് അഡ്മിഷൻ എടുക്കും. അവർക്ക് കൗതുകമായി നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു ടീച്ചർ എന്ന രൂപത്തിലാണ് ഞങ്ങൾ ഈ പ്രൊജക്റ്റ് ഡെവലപ്പ് ചെയ്തെടുത്തത്. ഇതിൽ കുറച്ച് ഫീച്ചേഴ്സ് കുറവാണ് AI, പക്ഷേ ഇനി ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് AI ഫുള്ളി AI ആയിരിക്കും. റൺ ചെയ്യുന്നതും നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ആൻസർ പറയുന്ന ആ ഒരു രീതി ഫുള്ളി AI സിസ്റ്റത്തിലാണ്. പക്ഷേ ഇതൊരു എന്താ പറയുക, ഒരു 50% AI ടൈപ്പിലാണ്. ഇതിപ്പോൾ വൈഫൈയിലാണ് ഞങ്ങൾ റൺ ചെയ്യിക്കുന്നത്. മേളകളുടെ ഭാഗമായി എല്ലാ ദിവസവും പ്രഗത്ഭർ പങ്കെടുക്കുന്ന സാംസ്കാരിക പരിപാടികളും സെമിനാറുകളും വിവിധതരം ആക്ടിവിറ്റികളും അരങ്ങേറുന്നുണ്ട്. യുവപ്രതിഭാ സംഗമം, കലാകായിക അഭ്യാസ പ്രകടനങ്ങൾ എന്നിവ മേളയുടെ മാറ്റുകൂട്ടും. 12ാം തീയതിയാണ് മേള സമാപിക്കുക. ജനം, കോഴിക്കോട്.